എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ആർക്കും പഠിപ്പിക്കാനാവാത്ത പാഠം എന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തനിക്കെല്ലാം അറിയാമെന്ന്, പഠിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല എന്ന്? എങ്കിൽ ഇന്ന് നമ്മൾ ഉപനിഷത്തുകളിൽ നിന്നുള്ള വളരെ ആഴത്തിലുള്ളൊരു കഥയിലേക്കാണ് പോകുന്നത്. അറിവിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നൊരു കഥ. ഈ ഒരു ചോദ്യം കേട്ടു നോക്കൂ. പഠിപ്പിക്കാനാവാത്തത് നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോഴൊരു വിചിത്രമായി തോന്നാം, അല്ലേ? പക്ഷെ ഈയൊരു ചോദ്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ കഥയുടെയെല്ലാം കാതലിരിക്കുന്നത്. ഒരച്ഛൻ തന്റെ പണ്ഡിതനായ മകനോട് ചോദിക്കുന്ന ഈ ചോദ്യം അറിവിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും മാറ്റിമറിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. നമ്മുടെ കഥാനായകന്റെ പേര് ശ്വേതകേതു എന്നാണ്. വർഷങ്ങളോളം പഠിച്ച് ഒരുപാട് അറിവുകൾ സമ്പാദിച്ച് അതിന്റെയെല്ലാം ഒരു ചെറിയ അഹങ്കാരവുമായി വീട്ടിലേക്ക് മടങ്ങിവരുന്ന ഒരു യുവ പണ്ഡിതൻ. ശ്വേതകേതു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പണ്ഡിതനൊന്നും ആയിരുന്നില്ല. ആലോചിച്ചു നോക്കൂ, അന്നത്തെ കാലത്ത് പഠിക്കാൻ പറ്റുന്നതെല്ലാം അവൻ പഠിച്ചു. വേദങ്ങളായാലും ശാസ്ത്രങ്ങളായാലും എല്ലാം അവന് മനപാഠമായിരുന്നു. ചുരുക്കിപ്പറഞ്ഞാൽ അവൻ വിശ്വസിച്ചു താൻ എല്ലാം പഠിച്ചു കഴിഞ്ഞെന്നു. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. മകന്റെ ഈ വലിയ നേട്ടത്തിൽ സന്തോഷിക്കുന്നതിന് പകരം അച്ഛനായ ഉദ്ദാലകൻ ശരിക്കും ദുഃഖിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും അത്? കാരണം ആ അച്ഛൻ മകന്റെ വരവ് ശ്രദ്ധിച്ചു. അവന്റെ നടത്തം, അവൻ തലപിടിക്കുന്ന രീതി, അതിലൊക്കെ ഒരുതരം അഹങ്കാരം നിറഞ്ഞിരുന്നു. എനിക്കെല്ലാം അറിയാം എന്നൊരു ഭാവം. ഇത് യഥാർത്ഥ അറിവല്ല, മറിച്ച് കുറേ വിവരങ്ങൾ തലയിൽ കേറ്റിയതിന്റെ ഒരു ഈഗോ ആണെന്ന് ആ അച്ഛന് മനസ്സിലായി. അങ്ങനെയാണ് കഥയിലെ ഏറ്റവും നിർണായകമായ ആ നിമിഷത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അച്ഛന്റെ ചോദ്യം, ഈയൊരു ചോദ്യം ശ്വേതകേതുവിന്റെ അറിവിന്റെ ആ കോട്ടയെ തന്നെ തകർക്കാൻ പോവുകയായിരുന്നു. അച്ഛൻ അവനോട് ചോദിക്കുകയാണ്, മോനെ, ഏതൊരൊറ്റ കാര്യം അറിഞ്ഞാൽ പിന്നെ അറിയാൻ വേറൊന്നും ബാക്കിയില്ലോ, ആ ഒന്നിനെ നീ അറിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അവസാനം ആ ചോദ്യം വന്നു, പഠിപ്പിക്കാൻ പറ്റാത്ത ആ ഒന്നിനെ നിന്നെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പോ ശ്വേതകേതോന്ന് ആലോചിച്ചു, ശരിയാണല്ലോ, താൻ പഠിച്ചതെല്ലാം ഗുരുവിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയതാണ്. അത് മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുക്കാനും പറ്റും. പക്ഷെ അച്ഛൻ ചോദിക്കുന്നത് അതല്ല, അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്, വാക്കുകൾക്കപ്പുറത്തുള്ള ഒന്ന്. അപ്പോ തന്റെ അറിവ് പൂർണ്ണമല്ലെന്ന് മനസ്സിലാക്കിയ ശ്വേതകേതുവിനോട് അച്ഛൻ പറഞ്ഞു, എങ്കിൽ നീ തിരിച്ചുപോ, പോയിട്ട് പഠിപ്പിക്കാനാവാത്ത ആ പാഠം പഠിച്ചിട്ട് വാ. അങ്ങനെ ആ വലിയ പണ്ഡിതന്റെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് ഒരു സാധാരണ വിദ്യാർത്ഥിയായി ശ്വേതകേതു വീണ്ടും ഗുരുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഗുരു, എനിക്ക് പഠിപ്പിക്കാനാവാത്തത് പഠിപ്പിച്ചു തരണം. ഗുരുവിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഇതൊരു സാധാരണ അറിവല്ല, ഇത് ചോദിച്ചാൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒന്നല്ല, ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ നിനക്ക് വഴികാട്ടാനേ എനിക്ക് പറ്റൂ, ബാക്കി നീ തന്നെ കണ്ടെത്തണം. അങ്ങനെ ഗുരു അവനൊരു വിചിത്രമായ ടാസ്ക് കൊടുത്തു. നോക്കൂ, ആശ്രമത്തിലെ 400 പശുക്കളെയും കൊണ്ട് ആരും പോകാത്തൊരു കാട്ടിലേക്ക് പോവണം. അവിടെ പൂർണ്ണമായും മൗനം പാലിക്കണം. എപ്പോഴാണോ ഈ പശുക്കളുടെ എണ്ണം 1000 ആകുന്നത് അന്ന് മാത്രം തിരിച്ചു വന്നാൽ മതി. ആലോചിച്ചു നോക്കൂ, വർഷങ്ങളെടുക്കും. ഇതിൽ പുസ്തകങ്ങളില്ല, പഠിപ്പിക്കലില്ല. ഇതിലൂടെ അവൻ എന്തു പഠിക്കാനാണ്? അങ്ങനെ ശ്വേതകേതു തന്റെ പുസ്തകങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആ കാട്ടിലേക്ക് പോയി. മരങ്ങളും മൃഗങ്ങളും പിന്നെ നിശബ്ദതയും, അതായിരുന്നു അവന്റെ പുതിയ ലോകം. ആദ്യമൊക്കെ അവന്റെ മനസ്സിൽ പഴയ ചിന്തകളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ പുതിയതായി ഒന്നും കേൾക്കാനോ വായിക്കാനോ ഇല്ലാതായപ്പോ പതിയെ പതിയെ മനസ്സ് മടുത്തു തുടങ്ങി. ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ഒടുവിൽ മനസ്സ് തന്നെ ശാന്തമായി. അവന്റെ അറിവുകളും വാദങ്ങളുമെല്ലാം ആ നിശബ്ദതയിൽ അലിഞ്ഞില്ലാതായി. ശരിക്കും പഠിച്ചത് മറക്കുക എന്നതായിരുന്നു അവിടുത്തെ ആദ്യത്തെ പാഠം. ആലോചിച്ചു നോക്കൂ, കാട്ടിൽ അവന്റെ അറിവ് കേട്ട് കൈയടിക്കാൻ ആരുണ്ട്? ആ മൃഗങ്ങൾക്ക് അവൻ എത്ര വലിയ പണ്ഡിതനാണെന്നോ അല്ലെന്നോ ഒരു വിഷയമേ അല്ലായിരുന്നു. അങ്ങനെ ആരും കാണാനില്ലാത്തപ്പോൾ ആ അഹങ്കാരത്തിന് ഒരു വിലയുമില്ലാതായി. അത് താനെ കൊഴിഞ്ഞുപോയി. അതുപോലെ തന്നെ പുതിയ സംസാരങ്ങളോ ആശയങ്ങളോ ഇല്ലാതായപ്പോൾ എപ്പോഴും അലയടിച്ചുകൊണ്ടിരുന്ന അവന്റെ മനസ്സ് ശാന്തമായി. തിരമാലകൾ അടങ്ങിയ ഒരു കടൽ പോലെ. അവൻ ഭൂതകാലത്തെപ്പറ്റി ചിന്തിച്ചില്ല, ഭാവിയെപ്പറ്റി ആകുലപ്പെട്ടില്ല. മൃഗങ്ങളെപ്പോലെ ആ നിമിഷത്തിൽ മാത്രം ജീവിച്ചു. എന്തിനാണ് വന്നതെന്ന കാര്യം പോലും അവൻ മറന്നുപോയിരുന്നു. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ഒടുവിൽ ആ യാത്ര അതിന്റെ ലക്ഷ്യത്തിലേക്കെത്തുകയാണ്, യഥാർത്ഥ ജ്ഞാനോദയത്തിലേക്ക്. ഒരു ദിവസം പശുക്കളുടെ എണ്ണം 1000 ശ്വേതകേതു അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കഥയിൽ പറയുന്നതെന്താണെന്ന് വെച്ചാൽ,
ആ മൃഗങ്ങൾ തന്നെ അവനോട് പറഞ്ഞു എന്നാണ്, ഇനി നമുക്ക് മടങ്ങിപ്പോകാം എന്ന്. പ്രകൃതി അവന് വഴികാട്ടിയായി. ദൂരെ നിന്ന് ഗുരു ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. 1000 മൃഗങ്ങൾ വരുന്നു. പക്ഷെ അവരെ നയിക്കുന്നൊരു മനുഷ്യനായിട്ടല്ല ഗുരു അവനെ കണ്ടത്, മറിച്ച് അവരിൽ ഒരാളായി, പ്രകൃതിയുടെ ഒരു ഭാഗമായി, ശാന്തനായി വരുന്ന ശ്വേതകേതുവിനെയാണ്. അവന്റെ കണ്ണുകളിൽ അറിവിന്റെ ഭാരമായിരുന്നില്ല, ജ്ഞാനത്തിന്റെ തിളക്കമായിരുന്നുണ്ടായിരുന്നത്. ഇവിടെയാണ് നമ്മൾ അറിവും ജ്ഞാനവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അറിവ് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്, എന്നാൽ ജ്ഞാനം മനസ്സിന് ശൂന്യമാക്കുന്നു, ശബ്ദമാക്കുന്നു. അറിവ് അഹങ്കാരത്തിലേക്ക് നയിച്ചേക്കാം, പക്ഷെ യഥാർത്ഥ ജ്ഞാനം നമ്മളെ വിനയമുള്ളവരാക്കും. ശ്വേതകേതു അവസാനം നേടിയത് അതായിരുന്നു. അപ്പോ ഈ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുസ്തകങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പഠിക്കാൻ പറ്റാത്ത എന്തെല്ലാം പാഠങ്ങളുണ്ട്? സ്നേഹം, ദയ, ക്ഷമ, ഇതൊന്നും വായിച്ചു പഠിക്കാൻ പറ്റില്ലല്ലോ. നമ്മളത് ജീവിച്ച് അനുഭവിച്ചു തന്നെ അറിയണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ പഠിപ്പിക്കാനാവാത്ത പാഠം എന്തായിരിക്കും? ഈയൊരു ചിന്തയ്ക്ക് വേണ്ടി കുറച്ചു സമയം മാറ്റിവെച്ചതിനും ഈ കഥ കേൾക്കാൻ എന്റെ കൂടെ കൂടിയതിനും ഒരുപാട് നന്ദി. അടുത്ത തവണ കാണുന്നതുവരെ നിങ്ങളുടെ ജീവിതത്തിലെ പാഠങ്ങൾ അനുഭവിച്ചറിയാൻ ശ്രമിക്കുക. കണ്ടതിന് നന്ദി.